ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗോപിന. ഞാൻ അഭിജിത്ത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാത്രി 10 മണിയായിട്ടുണ്ട്. നമ്മുടെ ബാസേട്ടന്മാർക്ക് എണ്ണത്തിനും ഡിന്നർ കൊടുക്കാൻ പോവാം. അപ്പോൾ വീഡിയോ എന്തിനെടുക്കാന്ന് വെച്ചാൽ ലൈവ് ഫിഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവന്മാരിട്ടതിന് ശേഷം ഇവിടെ കൂടെ ഇട്ട ഫിഷസിനൊക്കെ അറ്റാക്ക് ചെയ്യാറുന്നു. അതുകൊണ്ട് നമ്മൾ തിലോപ്പിയനെ എടുത്ത് മാറ്റി പിന്നെ ഓസ്കർ ഇട്ടുണ്ടായിരുന്നു. അതിനെ കാണിച്ചിട്ടുണ്ടായില്ല, ഞാൻ കാണിച്ചു തരാം. ഓസ്കറിൻ്റെ അവസ്ഥ തീർത്തും പരിതാപകരമായിരുന്നു. ഓസ്കറിനെ നമ്മൾ ക്വാറന്റൈൻ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് പാച്ചസും കാണാൻ പറ്റും. ഇതൊക്കെ ഉമ്മാരെ കൊത്തിപ്പൊടിച്ചതാണ്. അപ്പോൾ ഇതിനിവിടെ ഇട്ടേക്കാണ് പൊട്ടാസ്യം പെർമാനൻ്റൊക്കെ തേച്ചിട്ട് ഇട്ടേക്കുക. ഇനി ഇത് ക്യാറ്റ് ഫിഷ് ഉണ്ട്. ക്യാറ്റ് ഫിഷ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അങ്ങനെ സീനൊന്നുമില്ല. ഇവന്മാർ തിന്നാത്ത ചിക്കൻ്റെ പീസൊക്കെ ക്യാറ്റ് ഫിഷ് തിന്നണം, അതുകൊണ്ട് അതിന് വലിയ സീനൊന്നുമില്ല. വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ ഒന്നും നോക്കി കാണില്ല, കാരണം എല്ലാം ഈ ക്യാറ്റ് ഫിഷ് തിന്നോളും. പിന്നെ ഇവർക്ക് ലൈവ് ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷ് തന്നെ കേട്ടോ. പിന്നെ ചിക്കൻ കൊടുത്താലും തിന്നൊക്കെ ചെയ്യും, പക്ഷേ കുറച്ച് പട്ടിണി കിട്ടാലേ തിന്നുള്ളൂ. ഒരു ദിവസമൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കാണ്ട് ചിക്കൻ ഇട്ടാലേ തിന്നുള്ളൂ. ചിക്കൻ നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടണേ. അപ്പം ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം ഗോൾഡ് ഫിഷിന് കൊടുക്കാം. ഗോൾഡ് ഫിഷിനെ ഞാൻ മേടിച്ചാണ്, ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കും നമ്മുടെ ഗോൾഡ് ഫിഷ്. ഒരു 6 മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കിലിയാണ് ലൈവ് ഫിഷ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ സൈസാണ് കൊടുക്കാറ്. ഞാൻ ഓരോന്നിട്ട് കാണിച്ചു തരാം. വലിയ സൈസ് ഇതിനേക്കാളും ഇതിലൊരെണ്ണം ഭയങ്കര അഗ്രസീവ് ആട്ടോ. അവൻ ഈ മറ്റേ ഫിഷിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഇതിലേതാണ് കുറച്ച് കൺഫ്യൂഷനാണ്. ഇവന്മാർ കളറൊന്നും കയറിയിട്ടുണ്ടാകുന്നില്ല കൊണ്ടുവന്നപ്പോൾ. ഇപ്പം നൈസായിട്ട് കയറി തുറന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചിക്കൻ നിറത്തി ചെമ്മീനാക്കും. എനിവേ നമുക്ക് ഇനിയിപ്പോൾ ഇവനെ ഫീഡ് ചെയ്യാം. ഞാൻ ഓരോന്നിനായിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ബടാ ഓ താഴെ പോയി. കിട്ടപ്പനടിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരായി അഗ്രസീവാണ്. അത് ഇവനാണ്. ഇറക്കാൻ പറ്റുള്ള ആൾക്ക്. ഇപ്പോഴും വായൽ തന്നെ വെച്ചിട്ടൊക്കെ സംഭവം വായൽ കിടന്ന് പിടക്കേണ്ടി തോന്നട്ടോ. അതാണ് അവന് കിടന്ന് ഇത്തിരി ഇഷ്യൂ. അവൻ പുറത്തേക്ക് വിട്ട് കണ്ട അതേ വീണ്ടും പിടിച്ച്. ഇതേ മറ്റവൻ കൊണ്ടുപോയി. അവനും ഇറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് സൈസ് വലുതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിട്ട സൈസ് ഇത്തിരി സീനാണ്. പിന്നെ കുറച്ച് ചെറിയ സൈസ് മേടിക്കണമായിരുന്നു. കുഴപ്പമില്ല, അവന്മാരെ എടുത്ത് തിന്നോളും. കണ്ടോ? A few moments later. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ കൊടുത്തപ്പോഴേ ഇത്തിരി വലുതായിരുന്നു ഫിഷ്, അതുകൊണ്ട് അവന്മാർക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ അതിലത്തെ ഫിഷസ് തിന്നാണ്ട് ആ ഫിഷസൊക്കെ അതേ ഫിൽറ്ററിൻ്റെ ഉള്ളിക്കൂടെ, ഈ ഫിൽറ്റർ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിക്കൂടെ നമ്മുടെ ഓസ്കറിൻ്റെ അടുത്തേക്ക് പോയി. അത് എന്നിട്ട് അവിടെ കിടന്ന് ചത്ത്. അപ്പോൾ അത് കുറച്ച് സീനായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ ഫിഷസിനെ വാങ്ങിച്ചത് അവന്മാർക്ക് തിന്നാനായിട്ട്. പക്ഷെ അത് തിന്നാനുള്ള എന്താണാവോ. ഇതേ ഇനിയിപ്പോൾ ആ ഫിഷ് അവിടെ എടുക്കും, നമുക്കെടുത്ത് മാറേണ്ടി വരും. ഞാൻ ചെറിയത് ഒരെണ്ണത്തിന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് ഏറ്റവും ചെറുതാണ്, ഇതിനെ തിന്നോട്ടെ. അതിനെ വായിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി തുപ്പിക്കളയാനാവോ. അപ്പോൾ മറ്റേനും പിടിച്ചിട്ടുണ്ട്, 2 എണ്ണത്തിനെ പിടിച്ചു കേട്ടോ. അവർ പതുക്കെ തിന്നണല്ലോ. എനിക്ക് തോന്നിയ ലൈറ്റ് കാരണമായിരിക്കും. ലൈറ്റ് അവന്മാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ലൈറ്റ് അണയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആവുക. എന്ത് ചെയ്യാനാണ്, നിങ്ങളെ കാണിക്കണമെങ്കിൽ ലൈറ്റ് വേണ്ടേ.
അവർ ചെറിയ വീഡിയോ ആയിരുന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇനിയിപ്പോൾ അവന്മാർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാലൻസ് കൊടുക്കുള്ളൂ, എന്നാലും കാണിക്കണില്ല. ഒരുമിച്ച് ഇറക്കി വിട്ടിട്ടാണ് അന്നത്തെ പോലെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ പോയത്, അതുകൊണ്ട് ഇനി ഒരുമിച്ച് ഇറക്കി വിടണില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.